ഹായ്! എല്ലാവരോടും സ്നേഹം മാത്രം. ഇപ്പം നമ്മുടെ ഇന്ന് അലീവ് സെൻ്ററിലെ ജോൺ ബായുടെ വീടിൻ്റെ വാർക്കയാണ്. അൾട്രാടെച്ച് സിമൻറ്റ് ഉപയോഗിച്ചാണ് നമ്മളിന്ന് വാർക്കുന്നത്. അത് ക്ലയൻറ്റിൻ്റെ ഇഷ്ടപ്രകാരമാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മൾ എല്ലാ സിമൻറ്റും ഉപയോഗിക്കാറുണ്ട്. പിന്നെ എംസാൻഡും മെറ്റലും മെഷീനും കാര്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. കാലത്ത് തന്നെ എത്തി എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ പണിക്കാർ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ചെറിയ മെയിൻ്റനൻസും കാര്യങ്ങളും ബാലൻസ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കമ്പി കെട്ടലും കവറിങ് ബ്ലോക്ക് ചെയ്യലും ടാർ ഷീറ്റ് ചെയ്യലും വാട്ടർ പ്രൂഫ് ചെയ്യലും എല്ലാം ബാലൻസ് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കാലത്ത് തന്നെ വന്ന് എല്ലാം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ബോത്ത് ചെയ്യുന്നില്ലേ? ഇത്ര ലെങ്ത്തിൽ കിടക്കുമ്പോൾ ബോത്ത് ചെയ്യുന്നുണ്ടേ? നമ്മൾ വൺ വേ സ്ലാബും ടു വേ സ്ലാബായിട്ട് ബോത്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ആളത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ആ വീഡിയോ കമ്പ്യൂട്ടർ കഴിയുന്നതിന് മുന്നാണ് ഞാനത് എടുത്തിട്ടിരുന്നത്. അപ്ഡേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രോ നമ്മളത് ബോത്ത് ചെയ്തിട്ടാണ് ചെയ്തത്. പിന്നെ അങ്ങനെ ചെറിയ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിൽ പോരായ്മകളുണ്ടോ എന്നെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്ലയൻറ്റ് വന്നിട്ടുണ്ട്, എൻജിനീയർ വന്നിട്ടുണ്ട്, സൂപ്പർവൈസർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം അത് ചെക്ക് ചെയ്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമ്മളോട് പറയും. പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ബാലൻസിങ് ഷീറ്റ് എന്ന് പറയുന്നത്. അതായത് വാട്ടർ പ്രൂഫ് ഷീറ്റാണ് വരുന്നത്. നമുക്കത് താഴേക്ക് ഭിത്തിയിലേക്ക് വെള്ളം ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്ന സംഭവമാണ്. അതെല്ലാ വർക്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. കമ്പ്യൂട്ടറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാലും ഇതേപോലെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ സീലിങ്ങിൽ തന്നെ ഇലക്ട്രിക്കൽ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഒരുപാട് കുറഞ്ഞ് കിട്ടും. നമ്മൾ 2 രീതിയിലും ചെയ്യുന്നുണ്ട്. വാർക്കയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജിപ്സത്തിൻ്റെ വർക്കുകളെല്ലാം പ്ലാസ്റ്ററിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ജിപ്സത്തിൻ്റെ വർക്ക് കഴിയുമ്പോൾ നമ്മൾ ജിപ്സത്തിലും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് കോസ്റ്റ് ഒരുപാട് കുറഞ്ഞു കിട്ടും. ക്ലയൻറ്റ് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. അവരിപ്പോൾ സീലിംഗ് ചെയ്യുന്നില്ല. അത് കാരണം ഇതേപോലെ വാർക്കയിൽ LED ലൈറ്റ്സുകൾ ചെയ്തോളാൻ പറഞ്ഞ കാരണം നമ്മളങ്ങനെ ചെയ്യുന്നത്. ഫൈനലി എല്ലാ വർക്കുകളും കഴിഞ്ഞു. വാട്ടർ പ്രൂഫ് ഷീറ്റിങ്ങിൻ്റെ വർക്കുകളും കഴിഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ ചെക്കിങ് കാര്യങ്ങളാണ്. പിന്നെ ക്ലയൻറ്റിനെ വിളിച്ച് നമ്മൾ സൈറ്റും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. ഇനി നമ്മുടെ വാർക്കയുടെ ടൈമാണ്. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഗ് സിമെൻറ്റിൽ എത്ര ചാക്ക് എംസാൻഡും എത്ര ചാക്ക് മെറ്റലും എത്ര വാട്ടർ കണ്ടൻറ്റും വരും എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കിട്ടില്ല. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് നമ്മളൊരു സൂപ്പർവൈസറെ നിർത്തിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരോടും സ്നേഹം മാത്രം. വാർക്ക കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ക്യൂറിങ്ങും ഡീറ്റെയിലും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും.